ഇവിടെ എന്തോ നാറ്റം എന്താണെന്നറിയില്ല. ഈ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കായിരുന്നു. ഈ ഹോട്ടലിൽ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ, ഇവിടെ വർക്ക് ചെയ്യുന്നൊരു അവസ്ഥ, ഇത് മണപ്പിച്ചുകൊണ്ടിരിക്കണ്ടേ. ഭയങ്കര നാറ്റ്. സംഭവം എന്ന് വെച്ചാൽ ആ ഗോഡാമര പൊളിച്ചപ്പോൾ അവിടെ വെച്ച അരി ഇനിയും എടുത്തിട്ടില്ല, ചീഞ്ഞ് മണക്കുന്നു. ഇതിൻ്റെ മണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അറിയുമെന്നറിയില്ല, നമ്മുടെ ഈ മുറുക്കാൻ്റെ ഈ അടക്കല്ലേ, അടക്ക വെള്ളത്തിൽ കുതിർത്തി വെക്കുമ്പോഴേ ഒരു വൃത്തികെട്ട മണം വരും. അതിൻ്റെ വെള്ളത്തിന് അതേ സ്മെല്ല്. ഈ അരിയുടെ മണം നോക്കി, അരി കോഴി വളർത്തിട്ട് ചത്ത് പോരുന്ന പടച്ചോന് 2 കോഴികൾ. ഛർദി വരുന്ന റബ്ബേ, എന്ത് കഷ്ടം. ഗോഡാമറേ. ഇത് ലക്ഷദ്വീപത്തെ അഗത്തി ഐലൻഡിലെ കാഴ്ചയാണ്. എന്ത് പുതിയ സിറ്റി വരാൻ പോകുന്നത് പോലും. അപ്പോൾ അതിന് ഈ അരിയോടുകൂടി തന്നെ ബിൽഡിംഗ് പൊളിക്കണം. അരി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിപ്പോൾ നാറാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത് തിന്നാൻ കൊടുത്തെന്നെങ്കിൽ അത് അവരുടെ വയറ്റിൽ പോവായിരുന്നു അല്ലേ. എത്ര പാവങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നമ്മുടെ മനസ്സ് നല്ലൊരു മനസ്സാവണം. നമ്മുടെ രാജ്യത്തുള്ള ആളുകളെല്ലാം മനുഷ്യൻ്റെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ബോധം വേണം. നല്ലൊരു മനസ്സുണ്ടാണ്. അപ്പോൾ ഒരു ഫുഡും വേസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പാവങ്ങളുണ്ട്. ആ പാവങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് തോന്നും, നശിപ്പിക്കാൻ തോന്നത്തില്ല. അത് നശിക്കുന്ന മുമ്പ് അതുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ തോന്നും. ഇതിപ്പോൾ അത് പോയി, അതിന് ചീഞ്ഞ് നാറിയിട്ട് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത നാറുകയാണ്. സത്യം പറഞ്ഞാൽ ഛർദി വരുന്നു ശരിക്കും. ഉണ്ടെങ്കിൽ ഗോമാതാവിനെങ്കിലും കഞ്ഞിയാക്കി കൊടുക്കായിരുന്നു, അതെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മളോട് വലിയ താല്പര്യമില്ലെങ്കിൽ ഗോമാതാവിനോട് ഭയങ്കര താല്പര്യമെങ്കിൽ ഗോമാതാവിന് കഞ്ഞിയാക്കി കൊടുക്കായിരുന്നു. ഈ അരിയെ